Greetings to all. I am Vidhu from Team C, Group C. Today I am here to discuss about human behaviors with my mother. അമ്മ എനിക്ക് പൊതു ഇടങ്ങളിൽ പെരുമാറേണ്ട രീതികളെ കുറിച്ച് പറഞ്ഞു തരാമോ? മോനെ, പൊതു ഇടങ്ങളിൽ വന്നിട്ട് നല്ല താഴ്മയോടെ നമ്മൾ പെരുമാറേണ്ട ആവശ്യമുണ്ട്. മുതിർന്നവരോട് നല്ല താഴ്മയായിട്ടും നമുക്കൊപ്പമുള്ളവരുടെ അതിനൊത്ത രീതിയിൽ സംസാരിക്കണം. അതുമാത്രമല്ല, തുപ്പുകയോ പുസ്തകത്തിൽ തുപ്പുകയോ യൂറിൻ പാസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ കൂടെ ക്ലിയറാ വെച്ചിരിക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ട്. ഓക്കെ. പൊതുയിടങ്ങളിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങളെ പറ്റി പറഞ്ഞതിന് നന്ദി. പിന്നെ അസംബ്ലി ഹാളിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങളെ പറ്റി പറഞ്ഞു തരാമോ? അസംബ്ലി ഹാൾ അഥവാ സ്കൂൾ അസംബ്ലി എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു പൊതുവായ സ്ഥലത്തിലുണ്ടാകുന്ന ഇതിന്റെ അച്ചടക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് അവിടെ വന്നിട്ട് പാലിക്കേണ്ടത് നമ്മൾ നിശബ്ദത പാലിക്കണം, കേൾക്കുന്നത് ക്ലിയറെ കേൾക്കണം, കൃത്യനിഷ്ഠ ഉണ്ടാകണം, പിന്നെ നല്ല നിലപാടുകൾ കൈക്കൊള്ളാനുള്ള കഴിവുണ്ടാകണം. ഇതൊക്കെയാണ് അവിടെ പാലിക്കേണ്ട കുറെ അച്ചടക്ക നിയമം. അസംബ്ലി ഹാൾ അച്ചടക്കത്തിനെ കുറിച്ച് പറഞ്ഞു തന്നതിന് നന്ദി. അടുത്തതായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും പാലിക്കേണ്ട അച്ചടക്കങ്ങളെ കുറിച്ച് പറയാമോ? ഏറ്റവും നല്ലൊരു പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. കഴിക്കാനിരിക്കും മുന്നേ കൈ കഴുകണം, വൃത്തിയായി ഇരിക്കുന്നു എന്ന് നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഇരുന്ന് കഴിക്കുന്നിടത്തും സംസാരമോ, ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ്. അപ്പം അതിന് നമ്മൾ നല്ല മര്യാദയോടെയാണ് അത് കഴിക്കേണ്ടത്. പുറത്തൊന്നും ചിന്താൻ പാടില്ല. അതൊക്കെ ക്ലിയറാ നോക്കി തന്നെ കഴിക്കണം. ഭക്ഷണ അച്ചടക്കത്തിനെ കുറിച്ച് പറഞ്ഞതിന് നന്ദി. അടുത്തതായി പരിസര ശുചീകരണവും കൃത്യനിഷ്ഠയും കുറിച്ച് പറഞ്ഞു തരാമോ? നമ്മുടെ താമസ സ്ഥലം വൃത്തിയായിട്ടും ശുചിത്വത്തോടും നമ്മുടെ താമസ സ്ഥലം വൃത്തിയായും ക്രമമായും സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു ജീവിത ശൈലിയാണ്. എന്ന് വെച്ചാൽ അടുക്കും ചിട്ടയോടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത്, മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് സമയാസമയം നിർമ്മാർജ്ജനം ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ പരിസര ശുചീകരണവും കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. പരിസര ശുചീകരണവും കൃത്യനിഷ്ഠയും കുറിച്ച് പറഞ്ഞതിന് നന്ദി. അടുത്തതായി സുരക്ഷയും കടമകളെയും കുറിച്ച് പറഞ്ഞു തരാമോ? നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും സുരക്ഷയ്ക്കും ഉത്തരവാദിത്വം രണ്ടും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ എത്രത്തോളം ഉത്തരവാദിത്തോട് പെരുമാറണോ അത്രത്തോളം ക്ഷേമമാണ് നമുക്ക് ഉണ്ടാവും. സമൂഹത്തിൽ പെരുമാറേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നെ നന്ദി.